ഒരു നിമിഷം അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്ന ആശയം മാത്രം. ഒരു റീസെറ്റ് ബട്ടൺ അമർത്തുന്നതുപോലെ നിങ്ങളുടെ നിലനിൽപ്പിൽ ഒരു അടിസ്ഥാനപരമായ മാറ്റം വരുത്തുക. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നതിന്റെ അർത്ഥം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകുക എന്നതല്ല. എല്ലാം വലിച്ചെറിഞ്ഞ് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുകയുമല്ല. മറിച്ച് കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനും പുനർനിർമ്മിക്കാനും പുതുക്കാനും കരുതലോടെയും ബോധപൂർവവും പ്രവർത്തിക്കുക എന്നതാണ്. ഓർക്കേണ്ട ആദ്യത്തെ കാര്യം എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ്. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ കാണുന്ന ഓരോ വസ്തുവും, നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ കാര്യവും ആദ്യമൊരു ആശയമായിരുന്നു. ഒരാളത് സ്വപ്നം കണ്ടു, ഭാവനയിൽ കണ്ടു, പദ്ധതിയിട്ടു, എന്നിട്ടാണ് അത് യാഥാർത്ഥ്യമാക്കിയത്. ഒരു അമ്പരചുംബി, ഒരു നഗരം, ഒരു ബിസിനസ്, ഒരു കരിയർ എല്ലാം 2 തവണ സൃഷ്ടിക്കപ്പെട്ടു. ആദ്യം മനസ്സിൽ, പിന്നീട് യാഥാർത്ഥ്യത്തിൽ. നിങ്ങളുടെ ജീവിതവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആദ്യം അത് ഭാവനയിൽ കാണേണ്ടിവരും. ഓരോ ചെറിയ ഭാഗവും മനസ്സിൽ കാണേണ്ടിവരും. അതെങ്ങനെയായിരിക്കും? അതിനെന്ത് തോന്നലുണ്ടാകും? അതിനർത്ഥമെന്താണ്? ആ കാഴ്ചപ്പാടിനെക്കുറിച്ച് വ്യക്തത വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റാൻ തുടങ്ങേണ്ടത്? പഴയ ശീലങ്ങൾ, പഴയ പതിവുകൾ, വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പഴയ കഥ, ഇതെല്ലാം അവർക്ക് മടുത്തു. അവർക്ക് പുതിയത് എന്തെങ്കിലും വേണം. അതൊരു തീരുമാനത്തിൽ നിന്ന് തുടങ്ങുന്നു. നിങ്ങൾ തീരുമാനമെടുക്കാതെ ഒന്നും മാറില്ല. നിങ്ങളൊരു തീരുമാനമെടുക്കണം. അത്ര ശക്തമായ, അത്ര പ്രതിബദ്ധതയുള്ളൊരു തീരുമാനം. മണലിൽ ഒരു വര വരച്ച്, ഇതാണ്, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ കഥ, ഒരു പുതിയ വഴി, ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതുപോലെ ഒരു പുതിയ ജീവിതം തുടങ്ങുക. എന്നാൽ ചില കാര്യങ്ങൾ ഇളക്കിമറിക്കണം. അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ വരുത്തണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾ സഹവസിക്കുന്ന ആളുകളിൽ നിന്ന്, നിങ്ങളുടെ ദിനചര്യകളിൽ നിന്ന്. ഇതിന് ധൈര്യം വേണ്ടിവരും. എന്തുകൊണ്ട്? കാരണം മിക്ക ആളുകളും അവരുടെ പതിവ് കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നു. അവർ ദുരിതത്തിലാണെങ്കിൽ പോലും. വിരോധാഭാസമല്ലേ ഇത്? അവർ ഒരു ചതുപ്പിലൊതുങ്ങി പഴയ കാര്യങ്ങൾ ചെയ്ത് ദിവസം കഴിച്ചുകൂട്ടി. എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, സുരക്ഷിതത്വം വളർച്ചയുടെ ശത്രുവാണ്. നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ പതിയെ നശിക്കുകയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏതു തരത്തിലുള്ള ജീവിതമാണ് ഞാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്? പൊതുവായ കാര്യങ്ങൾ മാത്രം പറയരുത്. എനിക്ക് സന്തോഷവാനായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം എന്ന് മാത്രം പറയരുത്. കൃത്യമായി പറയുക. നിങ്ങളുടെ മനസ്സിൽ വിശദാംശങ്ങൾ സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ കരിയറാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഏതു വ്യവസായത്തിൽ? ഏതുതരം ആളുകളോടൊപ്പമാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? അതൊരു മികച്ച ബന്ധമാണെങ്കിൽ ഏത് ഗുണങ്ങളാണ് നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നത്? ആ ബന്ധത്തിൽ നിങ്ങൾ ഏതു തരത്തിലുള്ള വ്യക്തിയായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഒരു നിർണായക ഘടകമിതാ: പഴയ ജീവിതത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ എളുപ്പമല്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ നിങ്ങളെ രൂപപ്പെടുത്തി. നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്നിവ അവ സൃഷ്ടിച്ചു. ചില ആളുകൾക്ക് മാറ്റം വേണമെന്ന് തോന്നും, പക്ഷേ അവർ പഴയ കാര്യങ്ങളിൽ മുറുകെ പിടിക്കും. കാരണം അത് പരിചിതമാണ്. പരിചിതത്വത്തിന് ശക്തിയുണ്ട്. ഇനി നിങ്ങളെ സേവിക്കാത്ത എന്തിനെയൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നതെന്ന് നിങ്ങളോട് സത്യസന്ധമായി പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. 2 തരം ആളുകളുണ്ട്. നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, നിങ്ങളുടെ പഴയ കഥയിൽ നിങ്ങളെ തളച്ചിടുന്നവർ. നിങ്ങൾ ആരുമായിട്ടാണ് ചുറ്റിക്കറങ്ങുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ സംശയിക്കുന്നവരോടും എപ്പോഴും പരാതിപ്പെടുന്നവരോടും ആശങ്കപ്പെടുന്നവരോടും ഒപ്പമിരുന്നാൽ നിങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും. എന്നാൽ കാഴ്ചപ്പാടുള്ളവരുമായി, സാധ്യതകളെക്കുറിച്ച് ആവേശമുള്ളവരുമായി, സജീവമായി വളരുന്നവരുമായി നിങ്ങൾ കൂട്ടുചേർന്നാൽ, എന്റെ സുഹൃത്തുക്കളെ, ആ ഊർജം പകർച്ചവ്യാധി പോലെയാണ്. അത് നിങ്ങളെ ഉയർത്തും. അത് നിങ്ങളെ പ്രചോദിപ്പിക്കും. അത് നിങ്ങളെ ഒരു ഉയർന്ന നിലവാരത്തിൽ നിലനിർത്തും. നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുന്നത് പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നതുകൂടിയാണ്. നിങ്ങളായിത്തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ജീവിതം തള്ളിനീക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരാളായി നിങ്ങളെ തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കും. എന്നാൽ കണ്ണാടിയിൽ നോക്കി വളർന്നുകൊണ്ടിരിക്കുന്ന, കഴിവുള്ള, ആത്മവിശ്വാസമുള്ള, ഒരു ലക്ഷ്യബോധമുള്ള ഒരാളായി കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ആ കാഴ്ചപ്പാടിനെ പ്രതിഫലിക്കും. നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങണം. വാക്കുകൾക്ക് ശക്തിയുണ്ട്. അവ വിത്തുകളാണ്. നിങ്ങൾ സാധ്യതകളുടെ വാക്കുകൾ സംസാരിച്ചാൽ സാധ്യതകളുടെ വിത്തുകൾ നടും. എന്നാൽ പരിമിതികളുടെയും സ്വയം സംശയത്തിന്റെയും ഭയത്തിന്റെയും ഭാഷ സംസാരിച്ചാൽ അതാണ് വളരുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നിങ്ങളോട് തന്നെ. സ്വയം സംസാരിക്കുന്നത് മാറ്റത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ചില ആളുകൾ തങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരാളോട് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത രീതിയിലാണ്. അവർ എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അത്ര മികച്ചവനല്ല, എനിക്കൊരിക്കലും അതിന് കഴിയില്ല എന്നൊക്കെ പറയുന്നു.
ആ വാക്കുകൾ ചങ്ങലകൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നത്. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നാൽ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. കാരണം ശീലങ്ങൾ ഒരു ഗതിവേഗമുണ്ടാക്കുന്നു. ഒരു ശീലത്തെ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു ദിവസത്തെ വോട്ടായി കണക്കാക്കുക. കാലക്രമേണ സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മിക്ക ആളുകളും കരുതുന്നത് വിജയം വലിയ കാര്യങ്ങളിലാണ്, വലിയ ലക്ഷ്യങ്ങളിൽ, വലിയ സ്വപ്നങ്ങളിൽ, വലിയ മാറ്റങ്ങളിലാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരായിരിക്കും എന്നത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ നല്ല ശരീരം വേണമെങ്കിൽ വ്യായാമം ചെയ്യാത്ത അവസ്ഥയിൽ നിന്ന് ഒരു മാരത്തൺ ഓടാൻ തുടങ്ങേണ്ടതില്ല. ഒരു ദിവസത്തെ നടത്തം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനുള്ള പ്രതിബദ്ധതയിൽ നിന്ന് തുടങ്ങുക. എന്നാൽ അത് എല്ലാ ദിവസവും ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും ചെറിയ എന്തെങ്കിലും ചെയ്താൽ അത് കൂടിച്ചേരും. അതിന്റെ ഏറ്റവും നല്ല കാര്യം ഗതിവേഗം ഉണ്ടാകാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും ഊർജ്ജത്തിലും കാഴ്ചപ്പാടിലും. അതാണ് ശീലങ്ങളുടെ മാന്ത്രികത. മറ്റൊരു കാര്യം കൂടി ഓർക്കുക. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ കഴിയണം. നിങ്ങൾ ഖേദം ഉപേക്ഷിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഖേദം ഒരു വിഷമായി മാറും. നിങ്ങൾ ഖേദത്തിൽ മുറുകെ പിടിച്ചാൽ അത് നിങ്ങളെ താഴേക്ക് വലിക്കും, മുന്നോട്ടു പോകാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലത്തെ അവഗണിക്കാനല്ല, അതിൽ നിന്ന് പഠിക്കുന്നതിനൊരു വിലയുണ്ട്. പക്ഷേ നിങ്ങൾ പാഠം പഠിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുകളയുക. ഇങ്ങനെ ചിന്തിക്കുക: നിങ്ങളുടെ ഓരോ കൈയിലും ഒരു കനത്ത കല്ല് പിടിച്ചിരിക്കുന്നു. ഒന്നിന് കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെന്നും മറ്റേതിന് നഷ്ടപ്പെട്ട അവസരങ്ങളെന്നും ലേബൽ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ കല്ലുകൾ പിടിച്ച് ഒരു മല കയറാൻ ശ്രമിക്കുക. അസാധ്യമാണല്ലേ? മുകളിലേക്ക് കയറാൻ നിങ്ങളുടെ ഭാരം കുറയ്ക്കണം. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആ കല്ലുകൾ ഉപേക്ഷിക്കണം. മിക്ക ആളുകളും ചിന്തിക്കാത്ത, എന്നാൽ വീണ്ടും തുടങ്ങുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നൊരു കാര്യമുണ്ട്: നമ്മുടെ വിശ്വാസങ്ങൾ. നിങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നിങ്ങൾ വെച്ചുപുലർത്തുന്ന വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. അവ ഓരോ അനുഭവങ്ങളെയും അരിച്ചെടുക്കുന്ന ഒരു ലെൻസ് പോലെയാണ്. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നാൽ പലപ്പോഴും ഒരു പുതിയ കൂട്ടം വിശ്വാസങ്ങൾ ആവശ്യമാണ്. നിങ്ങളെ കുടുക്കിയിട്ട വിശ്വാസങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടിവരും. പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് യാഥാർത്ഥ്യമല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. അത് നമ്മളെ അതേപടി നിലനിർത്തുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒരു ജീവിതത്തിൽ കുടുക്കുന്ന വിശ്വാസങ്ങളാണ്. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആ വിശ്വാസങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് നിങ്ങൾ മോചിതനാകേണ്ടിവരും. പുതിയവ സൃഷ്ടിക്കണം. നിങ്ങളോട് തന്നെ പറയുക: ഞാൻ ഒരു മികച്ച ജീവിതത്തിന് അർഹനാണ്. എനിക്ക് മാറാനുള്ള കഴിവുണ്ട്. നിങ്ങളിത് മതിയാവോളം പറഞ്ഞാൽ, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് വേരൂന്നാൻ തുടങ്ങും. പെട്ടെന്ന് നിങ്ങൾ ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾ വെല്ലുവിളികൾ നേരിടേണ്ടിവരും. കാര്യങ്ങൾ അങ്ങനെയാണ്. മാറ്റം അസുഖകരമാണ്. ആ അസൗകര്യം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പരീക്ഷയാണ്. ചില ആളുകൾക്ക് മാറ്റം വേണം, പക്ഷേ അത് എളുപ്പമാണെങ്കിൽ മാത്രം. അവർ പറയും, എനിക്കൊരു പുതിയ ജീവിതം വേണം, പക്ഷേ അതിനൊപ്പമുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാൻ അവർ തയ്യാറല്ല. എന്നാൽ ആ കഷ്ടപ്പാടുകൾ, ആ പരീക്ഷണങ്ങൾ സ്വഭാവം കെട്ടിപ്പടുക്കുന്നവയാണ്. നിങ്ങൾ ഗൗരവക്കാരനാണ് എന്ന് നിങ്ങളോട് തന്നെ തെളിയിക്കുന്നവയാണ്. അതുകൊണ്ട് ഇതാണ് എന്റെ ചോദ്യം: മാറ്റത്തിനുവേണ്ടി അസൗകര്യം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു ചെറിയ അസൗകര്യം, ഒരു ചെറിയ അനിശ്ചിതത്വം, ഒരു ചെറിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അത് ആവശ്യമാണ്. പഴയ ജീവിതം ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ അത് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടും. കൂടുതൽ അതിജീവനശേഷി, കൂടുതൽ ക്ഷമ, കൂടുതൽ ധൈര്യം എന്നിവ അത് ആവശ്യപ്പെടും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറാണെങ്കിൽ, അതിലേക്ക് ഉയരാൻ തയ്യാറാണെങ്കിൽ, അതിന്റെ പ്രതിഫലം ഓരോ ശ്രമത്തിനും അർഹമാണ്. ഇതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങൾക്കാവശ്യമുള്ള ജീവിതം രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? നിങ്ങൾ എല്ലാ ദിവസവും ആവേശത്തോടെ, ലക്ഷ്യബോധത്തോടെ, അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യുന്നുവെന്നറിഞ്ഞ് ഉണരാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? നിങ്ങളെ ഉയർത്തുന്ന ആളുകളാൽ ചുറ്റപ്പെട്ട, ഊർജ്ജമുള്ള, നിരന്തരം പഠിക്കുകയും വളരുകയും കൂടുതൽ കൂടുതൽ ആയിത്തീരുകയും ചെയ്യുന്ന ഒരു ജീവിതം സങ്കൽപ്പിക്കുക. ആ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് സങ്കൽപ്പിക്കുക. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക: ആ കാഴ്ചപ്പാടിനോടടുക്കാൻ ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ തയ്യാറുള്ളത്? കാരണം അങ്ങനെയാണ് നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുന്നത്. ഒരു ചുവട്, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു തീരുമാനം, എന്നിട്ട് അടുത്തത്. അത് പൂർണ്ണതയെക്കുറിച്ചല്ല. എല്ലാം തികഞ്ഞു വരുന്നതിനായി കാത്തിരിക്കരുത്. എല്ലാം ശരിയാകുന്ന ഒരു മാന്ത്രിക നിമിഷത്തിനായി കാത്തിരിക്കരുത്. തികഞ്ഞ നിമിഷമെന്നൊന്നില്ല, ഇപ്പോൾ മാത്രമേയുള്ളൂ. ഇപ്പോൾ തുടങ്ങാനുള്ള നിമിഷമാണ്. ഒരു തീരുമാനമെടുക്കാനുള്ള, ആദ്യത്തെ ചുവട് വയ്ക്കാനുള്ള, അതെത്ര ചെറുതാണെങ്കിലും. നിങ്ങൾ പൂർണ്ണതയ്ക്കായി കാത്തിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ഒരു ഒഴികഴിവ് നൽകുന്നു. സമയം ശരിയാകുമ്പോൾ ഞാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ തയ്യാറാകുമ്പോൾ ഞാൻ കാത്തിരിക്കാം എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തുടങ്ങില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വഴി കൂടുതൽ വ്യക്തമാകും. അടുത്ത ചുവട് സ്വയം വെളിപ്പെടും, പിന്നെ അടുത്തത്. നിങ്ങൾക്കറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിയിലായിരിക്കും.
ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നതിനർത്ഥം പരാജയത്തെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാൻ പഠിക്കുക എന്നതുകൂടിയാണ്. മിക്ക ആളുകളും പരാജയത്തെ ഒരു സ്റ്റോപ്പ് സൈനായി കാണുന്നു, എല്ലാ ചെലവിലും ഒഴിവാക്കേണ്ട ഒന്നായി. എന്നാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പരാജയത്തെ ഒരു അധ്യാപകനായി കാണണം. ഓരോ പരാജയത്തിലും ഒരു പാഠമുണ്ട്, ഓരോ പാഠവും മുന്നോട്ടുള്ള ഒരു ചുവടാണ്. ഇങ്ങനെ ചിന്തിക്കുക: നിങ്ങൾ വർഷങ്ങളായി ഒരു വഴിയിൽ ജീവിക്കുകയാണ്, ഇപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തെറ്റുകൾ പറ്റും, അത് ഈ പ്രക്രിയയുടെ ഒരു സ്വാഭാവിക ഭാഗമാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് ചിന്തിക്കുക. അവർ വീഴുന്നു, ഇടറുന്നു, കരയുന്നു, പക്ഷേ അവർ ഉപേക്ഷിക്കുന്നില്ല. മുതിർന്നവർ എന്ന നിലയിൽ ആ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് നമുക്ക് ചിലത് പഠിക്കാം. അതിനാൽ നിങ്ങൾ ഇടറുമ്പോൾ, നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടരുത്. ഓർക്കുക, പരാജയം അവസാനമല്ല, അത് യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. ഒരു പുതിയ ജീവിതം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യമുണ്ടായിരിക്കണം: അച്ചടക്കം. അച്ചടക്കം കഠിനമായതായി തോന്നുന്നതുകൊണ്ട് പലരും അതിനെ അവഗണിക്കുന്നു. അത് ഒരു നിയന്ത്രണം പോലെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് പോലെ തോന്നുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അച്ചടക്കം ഒരു ശിക്ഷയല്ല, അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിലുള്ള പാലമാണ്. പ്രചോദനം മങ്ങുമ്പോൾ മുന്നോട്ടു പോകാൻ നിങ്ങളെ അനുവദിക്കുന്നത് അച്ചടക്കമാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ആവേശവും പ്രചോദനവും തോന്നിയേക്കാം, പക്ഷേ ആ ആവേശം വരും പോകും. അച്ചടക്കം പക്ഷേ കൂടെ നിൽക്കും. കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ പോലും അത് നിങ്ങളെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാ നല്ല വാർത്ത: അച്ചടക്കം ഒരു പേശി പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും. നിങ്ങൾ ഒരു ചെറിയ ശീലത്തിൽ നിന്ന് തുടങ്ങുന്നു, അവിടെ നിന്ന് നിങ്ങൾ വളർത്തുന്നു. സ്ഥിരതയാണ് പ്രധാന കാര്യം. നിങ്ങളെല്ലാം ഒറ്റയടിക്ക് ചെയ്യേണ്ടതില്ല. നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം, കാണിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സുരക്ഷിത മേഖല വിടേണ്ടിവരും. എനിക്കറിയാം, സുരക്ഷിത മേഖലകൾ മനോഹരവും സുഖപ്രദവുമായ സ്ഥലങ്ങളാണ്, പക്ഷേ അവിടെയൊന്നും വളരുന്നില്ല. നിങ്ങളുടെ സുരക്ഷിത മേഖലയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ആ സ്ഥലത്ത് മാത്രമാണ് വളർച്ച സംഭവിക്കുന്നത്. അവിടെയാണ് മാന്ത്രികത നടക്കുന്നത്. പക്ഷേ ഇതാണ് കുഴപ്പം: നിങ്ങൾ നിങ്ങളെത്തന്നെ വലിച്ചു നീട്ടാൻ തുടങ്ങുമ്പോൾ, ആ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തമാശകൾ കളിക്കും. അത് നിങ്ങളോട് പറയും, നിങ്ങൾ പരാജയപ്പെട്ടാലോ, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ ഓർക്കുക, അവ വെറും ചിന്തകളാണ്. നിങ്ങൾ അവയ്ക്ക് ശക്തി നൽകിയാൽ മാത്രമേ അവയ്ക്ക് ശക്തിയുണ്ടാകൂ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഇതാ. ആ സംശയം മനസ്സിൽ വരുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക: ഞാൻ വിജയിച്ചാലോ? മിക്ക ആളുകളും ജീവിതം മുഴുവൻ ചോദിക്കുന്നത് അത് ശരിയായില്ലെങ്കിലോ എന്നാണ്. എന്നാൽ അത് ശരിയായാലോ? നിങ്ങൾ വിജയിച്ചാലോ? നിങ്ങൾക്ക് ശരിക്കും ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കാൻ കഴിഞ്ഞാലോ? നിങ്ങൾ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചാലോ? ആ സാധ്യതയെ സ്വീകരിക്കാൻ നിങ്ങളെത്തന്നെ അനുവദിക്കുക. ഏറ്റവും മോശമായ സാഹചര്യം ചിന്തിക്കുന്നതിന് പകരം ഏറ്റവും മികച്ച സാഹചര്യം സങ്കൽപ്പിക്കുക. ഒരു പുതിയ ജീവിതം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നുകൂടി ആവശ്യമുണ്ട്: ലക്ഷ്യങ്ങൾ. വ്യക്തമായൊരു ലക്ഷ്യസ്ഥാനമില്ലാതെ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കഴിയില്ല. ലക്ഷ്യങ്ങളെ നിങ്ങളുടെ യാത്രയിലെ നാഴികക്കല്ലുകളായി കരുതുക. അവ നിങ്ങൾക്ക് ദിശാബോധം നൽകുന്നു, ലക്ഷ്യം നൽകുന്നു, ലക്ഷ്യമിടാൻ എന്തെങ്കിലും നൽകുന്നു. എന്നാൽ ലക്ഷ്യങ്ങളെക്കുറിച്ചൊരു കാര്യമുണ്ട്: അവ വെറുതെ വെച്ചാൽ പോരാ, അവയെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണം. മിക്ക ആളുകളും വർഷത്തിന്റെ തുടക്കത്തിൽ ലക്ഷ്യങ്ങൾ വെക്കുന്നു, എന്നിട്ട് അവയെക്കുറിച്ച് മറക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിൽ ഗൗരവമുള്ള ആളാണെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ വെക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക, എല്ലാ ദിവസവും അവയെ നോക്കുക, അവയെ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുക. അങ്ങനെ അവ ദുസ്സഹമായി തോന്നാതിരിക്കാൻ അവയിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അത് ഒരു ചുവട് മാത്രമാണെങ്കിൽ പോലും, മുന്നോട്ടുള്ള ഒരു ചെറിയ ചുവട് പോലും വളർച്ചയാണ്. നിങ്ങൾ ആ ചെറിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ ആഘോഷിക്കുക. നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുക. അതൊരു ചെറിയ ചുവടാണെങ്കിൽ പോലും. വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ഗതിവേഗം നൽകുന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നതിനർത്ഥം നിങ്ങളിപ്പോൾ എവിടെയാണെന്നും എങ്ങോട്ടു പോകുന്നു എന്നതിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ്. ഇത് ചില ആളുകൾക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൈപ്പേറിയ സത്യമാണ്. എന്നാൽ അതാണ് സത്യം. നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി കളഞ്ഞുകുളിക്കുന്നു. നിങ്ങൾ പറയുന്നു, അവരെക്കൊണ്ട് എനിക്ക് മാറാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രണം തിരികെ എടുക്കുന്നു. നിങ്ങൾ പറയുന്നു, ഞാനിപ്പോൾ ഇവിടെയുള്ളത് ഞാനെടുത്ത തീരുമാനങ്ങൾ കാരണമാണ്. എനിക്ക് മറ്റെവിടെയെങ്കിലും ആകണമെങ്കിൽ ഞാൻ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങണം. ഉത്തരവാദിത്തം ശക്തി നൽകുന്ന ഒന്നാണ്, കാരണം അത് നിങ്ങളുടെ കൈകളിൽ അധികാരം തിരികെ നൽകുന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങേണ്ടിവരും. ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരങ്ങളുണ്ട്. ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്, പക്ഷേ അവയെല്ലാം കൂടിച്ചേരുന്നു. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തോട് നിങ്ങളെ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് അകറ്റുന്നു. അതിനാൽ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് ഒരു ശീലമാക്കുക: ഈ തിരഞ്ഞെടുപ്പ് ഞാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ ജീവിതത്തിന് അനുസൃതമാണോ?
അത് ഒരു ലളിതമായ ചോദ്യമാണ്, പക്ഷേ അത് ഒരു ശക്തമായ വഴികാട്ടിയായിരിക്കും. ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന്റെ ഒരു നിർണായക ഭാഗം കൂടിയുണ്ട്. നിങ്ങൾ ക്ഷമയോടെയിരിക്കണം. ഒരു പുതിയ ജീവിതം തുടങ്ങുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു യാത്രയാണ്. ഒരു പുരോഗതിയുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിവസങ്ങളുണ്ടാകും. ഇത് അർഹമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ പ്രവർത്തനവും, മുന്നോട്ടുള്ള ഓരോ അച്ചടക്കമുള്ള ചുവടും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തോടടുപ്പിക്കുകയാണ്. മാറ്റത്തിന് സമയമെടുക്കും. യഥാർത്ഥ മാറ്റം ഒരു പതുക്കെ നടക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ നിങ്ങൾ സ്ഥിരത നിലനിർത്തുകയാണെങ്കിൽ, നിങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ, ഒടുവിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് തിരിച്ചറിയും. നിങ്ങളോട് തന്നെ ക്ഷമയോടെയിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര വേഗത്തിൽ സംഭവിച്ചില്ലെങ്കിൽ അത് സാരമില്ല. വഴിയിൽ നിങ്ങൾ ഇടറുകയോ നിരുത്സാഹപ്പെടുകയോ ചെയ്താൽ അത് സാരമില്ല. പ്രധാനം നിങ്ങൾ മുന്നോട്ടു പോവുക എന്നതാണ്. വളർച്ച ഒരു വിത്ത് നടുന്നതുപോലെയാണ്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഉടൻ കാണില്ല, പക്ഷേ സമയവും പരിപാലനവും കൊണ്ട് അത് പൂവിടും. അതിനാൽ ഈ പ്രക്രിയയെ ധൃതി പിടിപ്പിക്കരുത്. നിങ്ങൾ പ്രതിജ്ഞാബദ്ധമായി തുടരുകയാണെങ്കിൽ, ആ ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവിടെയെത്തുമെന്ന് വിശ്വസിക്കുക. ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം: ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തുനിന്ന് ഓടിപ്പോകുക എന്നതല്ല, അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകുക എന്നതാണ്. ചിലപ്പോൾ ആളുകൾക്ക് അവർ ചെയ്ത എല്ലാത്തിൽ നിന്നും ഓടിപ്പോകാൻ തോന്നും, അവരുടെ തെറ്റുകൾ മായ്ച്ച് പൂർണ്ണമായും പുതുതായി തുടങ്ങാൻ തോന്നും. എന്നാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിന് മൂല്യമുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ, ബുദ്ധിമുട്ടുള്ളവ പോലും, വേദന നിറഞ്ഞവ പോലും നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അവ നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി. നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിന്ന് ഓടിപ്പോകുന്നതിനു പകരം അതിനെ സ്വീകരിക്കുക. പാഠങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക, പക്ഷേ കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. എല്ലാറ്റിനുമുപരിയായി വീണ്ടും തുടങ്ങാൻ ഒരിക്കലും വൈകില്ലെന്ന് ഓർക്കുക. നിങ്ങൾക്ക് 20, 40 അല്ലെങ്കിൽ 70 വയസ്സായി എന്നത് ഒരു കാര്യമല്ല. നിങ്ങൾക്ക് മാറാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും. പ്രായം ഒരു തടസ്സമല്ല. സാഹചര്യങ്ങൾ ഒരു തടസ്സമല്ല. ഒരേയൊരു തടസ്സം നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള വിശ്വാസമാണ്. അതിനാൽ ആ വിശ്വാസം നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കഥ വീണ്ടും എഴുതാൻ ഒരിക്കലും വൈകില്ല. ജീവിതത്തെ ഒരു കൂട്ടം ഋതുക്കളായി ചിന്തിക്കുക. ചില ഋതുക്കൾ വിതയ്ക്കാനുള്ളതാണ്, ചിലത് വളരാനുള്ളതാണ്, ചിലത് കൊയ്യാനുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്രമത്തിന്റെ ഒരു ഋതുവും ആവശ്യമാണ്. ചിന്തിക്കാനും വീണ്ടും സങ്കൽപ്പിക്കാനും അടുത്തതിനായി തയ്യാറെടുക്കാനുമുള്ള ഒരു ഋതു. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും വേണമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളെങ്കിൽ, ഒരുപക്ഷെ ഇത് നിങ്ങളുടെ പുതുക്കലിന്റെ ഋതുവായിരിക്കും. പുതുതായി തുടങ്ങാനുള്ള ഒരു സമയം, ഒരു പുതിയ തുടക്കത്തിന്റെ വിത്തുകൾ നടാനുള്ള സമയം. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നാൽ ഒരു തുടക്കക്കാരനായിരിക്കാൻ സ്വയം അനുവാദം നൽകുക എന്നതാണ്. ചില ആളുകൾ വീണ്ടും തുടങ്ങാൻ ഭയപ്പെടുന്നു. കാരണം അവർക്ക് അനുഭവപരിചയമില്ലാത്തതിനെക്കുറിച്ചും എല്ലാം ഉടൻ അറിയാത്തതിനെക്കുറിച്ചും അവർക്ക് ആശങ്കയുണ്ട്. എന്നാൽ എല്ലാ വിദഗ്ധരും ഒരു തുടക്കക്കാരനായിരുന്നു. അറിയാത്തതിനെക്കുറിച്ചുള്ള ഭയം തുടങ്ങുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. പഠന പ്രക്രിയയെ സ്വീകരിക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും തുടങ്ങുകയാണ്, പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുകയാണ് എന്ന സത്യത്തെ സ്വീകരിക്കുക. ആ ആവേശം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക. നിങ്ങളെ പിന്തുണയ്ക്കുന്ന, നിങ്ങളിൽ വിശ്വസിക്കുന്ന, നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക. മാർഗദർശകരെ തേടുക. നിങ്ങൾക്ക് മുൻപ് ആ വഴിയിൽ സഞ്ചരിച്ച ആളുകളെ. ഒരു നല്ല മാർഗദർശിക്ക് എല്ലാ മാറ്റങ്ങളും വരുത്താൻ കഴിയും. നിങ്ങളെ നയിക്കാൻ കഴിയും. എന്താണ് സാധ്യമായതെന്ന് കാണിച്ചുതരാൻ കഴിയും. വഴിയിലുള്ള ചില കുഴികൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കാൻ കഴിയും. ജീവിതം വിലപ്പെട്ടതാണ്. അതൊരു സമ്മാനമാണ്. നിങ്ങൾക്കത് എന്താക്കി മാറ്റാനും ശക്തിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒരു ജീവിതത്തിൽ ഒതുങ്ങിക്കൂടരുത്. ഭയമോ സംശയമോ നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. നിങ്ങൾ പുതിയ എന്തെങ്കിലും, മനോഹരമായ എന്തെങ്കിലും, അർത്ഥവത്തായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ പോകുകയാണെന്ന് തീരുമാനിക്കുക. നിങ്ങൾ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറാൻ പോകുകയാണെന്ന് തീരുമാനിക്കുക. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഓർക്കുക. നിങ്ങൾക്ക് ശക്തിയുണ്ട്, അറിവുണ്ട്, ധൈര്യമുണ്ട്. വഴിയിൽ നിങ്ങൾക്ക് അല്പം സഹായം വേണമെങ്കിൽ അത് സാരമില്ല. നമുക്കെല്ലാവർക്കും അപ്പോഴപ്പോൾ ഒരു കൈ സഹായം ആവശ്യമുണ്ട്. പക്ഷേ മാറാനുള്ള ശക്തി, പുതിയത് തുടങ്ങാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇന്ന് ആ ആദ്യത്തെ ചുവട് വയ്ക്കുക. അത് സ്വപ്നം കാണുക, പദ്ധതിയിടുക, എന്നിട്ടതിൽ പ്രവർത്തിക്കുക. നിങ്ങൾ ആ ചുവടുകൾ വച്ചുകൊണ്ടേയിരുന്നാൽ, നിങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ, ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് കാണും. നിങ്ങളുടെ പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങുക എന്നത് മാത്രമാണ്.